ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? നമ്മളാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്നാട്ടെ ജോലി കഴിഞ്ഞ് വരുമ്പോഴാട്ടെ കുറേ നേരമെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആരോടവർ സ്പെൻഡ് ചെയ്യുക? സ്കൂളിലുള്ള വിവരങ്ങളായാലും കോളേജിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളായാലും ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ആയാലും അവരാരോടാ പറയുക? അവരവരുടെ ഫ്രണ്ട്സിനകത്തങ്ങ് ഒതുങ്ങാൻ നോക്കും കേട്ടോ. അതേസമയം അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മക്കളെ പോയ വഴിക്ക് എന്തുകൊണ്ട്, ബസ്സിലെന്തുകൊണ്ട്, സ്കൂളിലെന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ജോലി സ്ഥലത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് അവരോട് സമയമുള്ളപ്പോഴൊക്കെ ചോദിക്കാം. പിന്നെ ഇപ്പോൾ ഉള്ള പല പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ പേരൻസും മക്കൾ വീട്ടിൽ വരുമ്പം കാണത്തില്ല, ഒരു ജോലിക്കൊന്നും പോയിട്ട് വന്നിട്ടുണ്ടായിരിക്കത്തില്ല. അത് വന്നു കഴിഞ്ഞിട്ടായാലും പിന്നെ പുറത്തുള്ള പേരൻസൊക്കെ ഉണ്ടല്ലോ, അവരായാലും അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാനോ മക്കളോട് അന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനും സംസാരിക്കാനും ഒന്നും നിങ്ങൾ മടി വിചാരിക്കില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ അവരുടെ ഡെയിലി റുട്ടീനിലെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളവരെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അതവരുടെ ഉള്ളിൽ നല്ല വിഷമമായിട്ട് അവരത് കൂട്ടുകാരിലേക്ക് അവരുടെ ഒരു ലൈഫ് അങ്ങ് ഒതുങ്ങും കേട്ടോ. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളോട് വീട്ടിൽ വന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വളർന്നൊക്കെ കഴിഞ്ഞിട്ട് അവർ ഞങ്ങളോടൊന്നും പറയുന്നില്ല, ഞങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, അവൻ എപ്പോഴും ഫ്രണ്ട്സല്ല, അല്ലെങ്കിൽ അവളെപ്പോഴും ഫ്രണ്ട്സുമായിട്ടാണ് അവരുടെ കൂടുതൽ സഹകരണം, ഇതൊന്നും പിന്നെ നമ്മൾ പറഞ്ഞ് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലം തൊട്ട് കൊടുക്കുന്ന ഒരു ശീലമായിരിക്കും വളരുമ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലും വളർന്നൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ക്യാരക്ടറിൽ ചേഞ്ച് വരുന്ന കുട്ടികൾ ഉണ്ട്. അന്നേരം നമ്മൾ ഇവർ വരുമ്പോഴേ എന്തോ ഉണ്ട്, ഇന്ന് പോയ വഴിക്ക് എന്തോ ഉണ്ട്, അവരൊക്കെ ആയിരുന്നോ ഇന്ന് ബസ്സിൽ, അല്ലെങ്കിൽ നടന്നു പോയപ്പോൾ അവരൊക്കെ ആയിരുന്നോ, പിന്നെ കോളേജിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തോ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ ആദ്യം കുറേ ദിവസമൊക്കെ പറയും, എന്തോ അറിയാനാ ഇപ്പോൾ അറിഞ്ഞിട്ട് എന്തോ സാധിക്കാനാ, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുടെ അമ്മമാരെയൊക്കെ എനിക്കറിയാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ സംസാരിക്കാൻ പറയും, ഒന്നും വന്ന് പറയത്തില്ല, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യമാണ്. കാരണം ആ ദേഷ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോണം അതവരുടെ പ്രായത്തിൻ്റെയാണ്. ഒരു പ്രായത്തിൽ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അവർക്ക് ദേഷ്യം വരും നമ്മൾ ഓവറായിട്ട് അവരോട് ചോദിക്കുമ്പം. അപ്പോൾ അവരോടൊരു തന്ത്രപരമായ രീതിയിൽ ഒരു നയപരമായിട്ടൊക്കെ വേണം നമ്മൾ അവരോട് ഇങ്ങനെ അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ കെയർ ചെയ്യുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹം ഒരിക്കലും ഒരു അഭിനയമോ കാര്യങ്ങളോ ഒന്നുമല്ല. മക്കളോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന പേരൻസാണ് ഇന്ന് കൂടുതലും. ഒരു 100-ൽ ഒരു 2% ആൾക്കാരൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ മക്കളോട് ഒരു കപടതയിൽ ഇടപെടുന്നതും അവരെ കളഞ്ഞിട്ട് പോകുന്നതും ഒക്കെ. മീൻസ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിരിക്കാം. എന്നാലും എൻ്റെ ഒരു ചിന്താഗതി, കൂടുതൽ ആൾക്കാരും മക്കളെ കെയർ ചെയ്ത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ അവർ പോകും. കാരണം എൻ്റെ കുഞ്ഞ് പഠിക്കട്ടെ, നല്ല രീതിയിലാവട്ടെ എന്നൊക്കെ വിചാരിച്ച് പേരൻസ് അവരുടെ കാര്യങ്ങൾ ഓടി മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. നമ്മൾ പിന്നെ ഈ നഴ്സസിനൊക്കെ ആയാലും നമ്മൾ പറയും, അതാണ് മക്കളെ ഇട്ടിട്ട് പോയേക്കുക, അത് ചുമ്മാതാ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ എപ്പോഴും നഴ്സസിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കുക. നമ്മൾ പഠിക്കാൻ വിട്ടപ്പോൾ നമ്മളും പഠിക്കണം. അല്ലാതെ ഈ പഠിക്കാൻ വിട്ടപ്പം പഠിക്കാതെ ജോലി ചെയ്തിട്ട് വെളിരാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരെ കാണുമ്പം നമ്മൾ അവർക്ക് ഒരുപാട് കാശാണ്, അല്ലെ കാശിൻ്റെ അഹങ്കാരമോ ഭയങ്കര കാശാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളും പഠിക്കാൻ വിട്ടപ്പം പഠിക്കുമോ, ജോലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യണമായിരുന്നു. അതിനാരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പോയി പഠിച്ചിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വലിയ വീടൊക്കെ വെച്ച് കാറും ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് പൈസയുടെ അഹങ്കാരമാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക, അവരെ കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കുക, അവരെ കേൾക്കാൻ എന്താ പറയുക സമയം നമ്മൾ കണ്ടെത്തുക, അവർക്കത് കൊടുക്കുക, അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. പിന്നെ എത്ര തിരക്കായാലും അതിനുവേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. പുറത്ത് ജോലി ചെയ്യുന്നവരായാലും അവർ പോലും എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. കാരണം മക്കൾക്ക് വേണ്ടി ഇത്ര സമയത്ത് മമ്മി വിളിക്കും, അല്ലെ പപ്പ വിളിക്കും, ഞങ്ങളുടെ അന്നുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവർ വിളിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. പക്ഷെ നമ്മളിത് വില വെക്കാതെ ഇങ്ങനെ പോയി കഴിഞ്ഞുണ്ടല്ലോ,
അവർ നമ്മളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതായിപ്പോൾ. പിന്നെ നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് അവർക്ക് എന്നോട് സ്നേഹമില്ല, ഞങ്ങളോടൊന്നും പറയാറില്ല, അവർക്ക് ഫ്രണ്ട്സാണ് വലുത്, അല്ലെ അവരാണ് വലുത് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം, അതൊരു കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടുവരണം. എത്ര വളർന്നെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും നമുക്കിങ്ങനെ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം. അതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു പേരൻസും മക്കളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അത് ആർക്കും ഒരു ദോഷത്തിനുള്ള കാര്യത്തിനോ ആർക്കും എന്താ പറയുക, ആർക്കും പാര വെക്കാനോ ദോഷത്തിനോ ഒന്നും ആവരുത് നമ്മളും അവരോടുള്ള ഒരു സംസാരം. പിന്നെ മക്കളെയൊക്കെ പറയേണ്ടത് കൊണ്ട് പറയേണ്ടാത്തത് കൊണ്ട്, മക്കളെയൊക്കെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കൂടുതലും പറയുക. മറ്റൊരാളുടെ കുറ്റമാട്ടെ കുറവാട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പം ശരിയെങ്കിൽ പിന്നെ കാണാമേ.